ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കർണാടകയിൽ പിന്നെ ഇത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പൂരി അല്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു പലഹാരമാണ്, ഒരു മധുര പലഹാരമായിട്ട് ഉണ്ടാക്കുന്ന പൂരിയാണ്. അപ്പോൾ ഇതിലുള്ള ആട്ട നമ്മൾ കുഴച്ചെടുക്കുന്നത് മൈദയിലാണ്. മൈദയിൽ അതുപോലെ തന്നെ പാലും കുറച്ച് ഓയിലും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ. നല്ല മയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാലും അതേപോലെ അതിന് നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലും അതേപോലെ ഓയിലും കൂടി കൂട്ടിയിട്ട് നമ്മളത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ തേങ്ങ ഇത് പൊടിയായിട്ട് പിന്നെ ചിരകിയെടുത്തതും അതും കൂടെ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് നമ്മൾ അതിലേക്ക് നിറക്കാൻ പോണത് കേട്ടോ. എന്നിട്ട് അത് നടു മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം മൈദ കൊണ്ടുള്ള ഇതന്നെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അമർത്തി സൈഡ് മടക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉമ്മ കാണാൻ കൈ കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഡിസൈനൊക്കെ പോലെ ഉണ്ടാക്കും കേട്ടോ. അത് പിന്നെ അപ്പോൾ ഒരു പൊരിച്ചിട്ട് വരുമ്പോൾ അത് നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഡിസൈൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ പൊരിച്ചിട്ട് വരുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് അത് ഉണ്ടാവുക കേട്ടോ. കഴിക്കാൻ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അവിടെ കല്യാണങ്ങൾക്കും അങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ ഇതേപോലത്തെ പൂരി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ ഇതേപോലെയുള്ളത് ഉണ്ടാക്കും. അതേപോലെ അടുത്ത വീടുകളിലേക്കൊക്കെ നമ്മൾ കൊടുത്തു വിടുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ. പിന്നെ ഇത് ഇതേപോലെ ഒന്ന് പിന്നെ വലിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ആക്കിയിടണം കേട്ടോ. കാരണം അല്ലെങ്കിൽ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്നുമേൽ ഒട്ടി പിടിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പൊരിച്ചിരിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വലിഞ്ഞ് വരണം കേട്ടോ. കുറച്ചൊന്ന് കാറ്റ് തട്ടിയിട്ട് ഒന്ന് വലിഞ്ഞ് വന്നെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത്. അപ്പം നമ്മളവിടെ പിന്നെ എണ്ണ വെച്ചിട്ടുണ്ട് ചൂടാവാൻ. നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 or 3 ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പാത്രത്തിലുള്ള എണ്ണേൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മൈദ മാത്രം ഉള്ളിലുള്ളത് തേങ്ങയും പഞ്ചസാരയും ആവുന്നതുകൊണ്ട് തന്നെ അത് അത്ര വേവേണ്ട കാര്യമില്ല. പിന്നെ ഈ മൈദ മേലുള്ള ഈ കവറിങ് മൈദയുടെ അത് മാത്രം നമുക്ക് പൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് പൊരിഞ്ഞ് കിട്ടും ചെയ്യും. നല്ല ഗോൾഡൻ കളറായി കിട്ടും കേട്ടോ. അപ്പം അത് പൊട്ടിച്ചിട്ട് കഴിക്കാൻ നമുക്ക് കുറേ ദിവസം കേടൊന്നുമില്ലാതെ ഇരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇപ്പോൾ ഇത് കല്യാണങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ തലേന്ന് ഇതേപോലെ പെണ്ണിനുള്ള സാധനങ്ങൾ അവിടെ പിന്നെ പാത്രങ്ങളും കുറേ തുണി ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഒരു പെട്ടി നിറയെ ഈ സാധനം കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ഈ പൂരി അതവിടുത്തെ ഒരു ആചാരമാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും അവർക്കിതൊരു പ്രത്യേക വിഭവമാണ്. കാരണം ഓരോ കാര്യങ്ങൾക്കും വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ഇങ്ങനെയുള്ള പൂരി ഉണ്ടാക്കുക, അത് പിന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുക. അടുത്തുള്ളവർക്കൊക്കെ വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവരിങ്ങനെ വന്ന് ചോദിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പൂരീൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇല്ലാത്ത സമയത്താണ് ഇമ്മയൊക്കെ ഉണ്ടാക്കാറ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാൻ ചെല്ലണ സമയത്ത് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ. ഇപ്പം നമുക്ക് പിന്നെ മധുരം കൂടുതലുള്ള കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. ഞാൻ അത്ര കൂടുതൽ മധുരം ഉപയോഗിക്കാറില്ല. എനിക്കിതിൻ്റെ മേലെയുള്ള ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.